ചെസ് നമ്പർ 4 അവതരിപ്പിക്കുന്നു. ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിലൂടെയും സത്യത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും വചന പ്രഘോഷണങ്ങളിലൂടെയും അനന്തമായ ദൈവകാരുണ്യം നിറഞ്ഞ അത്ഭുത കർമ്മങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ ഏവരെയും പ്രാപ്തരാക്കിയ പാതുവായുടെ വിശുദ്ധ അന്തോണീസ്. അവതരണം ഞങ്ങളുടെ യൂണിറ്റിലെ എളിയ കലാകാരന്മാർ. കഥ സെന്റ് ആന്റണിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അടർത്തിയെടുത്തു. ആസ്വദിക്കൂ. സെന്റ് ആന്റണീസ് മിറാക്കോളോ. ആന്റണിയച്ചൻ കടൽക്കരയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കാൻ കടലിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തി. അതെയോ? അപ്പോൾ അത്ര അഭിഷേകം നിറഞ്ഞതായിരിക്കും അച്ഛന്റെ പ്രസംഗം. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. വിഷമിക്കേണ്ട, ഇന്ന് അച്ഛൻ പള്ളിമുറ്റത്ത് പ്രസംഗിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അവിടുന്ന് സർവശക്തനായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവരുമാണ്. കഴിഞ്ഞ ദിവസം ഈ കടപ്പുറത്ത് സംഭവിച്ച അത്ഭുതത്തെ പ്രതി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ശൂന്യമായി കിടന്ന ഈ ദേവാലയം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യേശു അന്ത്യത്താഴവേളയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടും എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അങ്ങനെ ഓരോ വിശുദ്ധ കുർബാനയും യേശു സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അപ്പമായി മാറുകയാണ്. യേശുവിന്റെ ശരീരമാണ്, യേശു തന്നെയാണ്. ഇയാളുടെ പൊള്ളത്തരങ്ങൾ ഞാൻ കാട്ടിത്തരാം. ആന്റണിച്ചോ, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. പോണാനല്ലോ, താങ്കളോ? അതെ, ഞാൻ തന്നെ. താങ്കളുടെ പ്രസംഗം ഞാൻ കേട്ടു. പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, തെളിയിക്കാമോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധ കുർബാനയിലെ ദൈവസാന്നിധ്യത്തിലും വിശ്വസിക്കും. ഇങ്ങനെ പറയാൻ ആർക്കും കഴിയും. തെളിവാണ് എനിക്ക് വേണ്ടത്. താങ്കൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? കേട്ടോളൂ. എന്റെ കോർക്കഴുതയെ ഞാൻ 3 നാൾ പട്ടിണിക്കുന്നു. 3-ാം നാൾ ഞാൻ അതിനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടും. കഴുതിക്കുള്ള പുല്ലും വൈക്കോലും വെള്ളവും ഞാൻ ഇവിടെ വയ്ക്കും. ഈ സമയം പരിശുദ്ധ കുർബാനയുമായി ആന്റണിയച്ച് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ കഴുതയുടെ കയറയച്ചു. വിശന്ന് പറഞ്ഞ മൃഗം തീറ്റ ഉപേക്ഷിച്ച് പരിശുദ്ധ കുർബാനയെ വണങ്ങുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ എന്നെയല്ല വെല്ലുവിളിച്ചിരിക്കുന്നത്, ദൈവത്തെയാണ്. ആ കഴുതയെ 3 ദിവസം പട്ടിണിക്കണം. ഈ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടും. ഒന്നും കൊടുക്കരുത്. ഞാൻ നോക്കട്ടെ, കഴുത പുല്ല് തിന്നുമോ അതോ വിശുദ്ധ കുർബാനയെ വണങ്ങുമോ? എന്നോടാണ് ആന്റണിയച്ചന്റെ കളി. നഗരത്തിലെ ജനങ്ങൾക്കും വിശ്വാസവരം നൽകാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉപകരണമായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ യേശുവേ, ഓണകളിലും 3 ദിവസം പട്ടിണി കിട്ടിയിരിക്കുന്നു കഴുതയ്ക്കൊപ്പം ഞാനും ഉപവസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അത്ഭുതം നടത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കണമേ. ഓ ദൈവമേ, നാഥ കരുണയായിരിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അത്ഭുതം നടത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കണമേ. ഓ ദൈവമേ, നാഥ കരുണയായിരിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ.
ജനങ്ങൾക്കിന്ന് മനസ്സിലാകും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്. ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന ദൈവമാണ് തിരുവസ്ഥയിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി തീർന്ന ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം ഒരു കഴുതയിലൂടെ അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് നയിച്ചു. സെന്റ് ആന്റണീസ് മിറാക്കോളോ, സെന്റ് ആന്റണിയുടെ അത്ഭുതം. ഞങ്ങൾ വിടവാങ്ങുന്നു.